പോലീസുകാരനെ എസ്ഐയുടെയും മറ്റും നേതൃത്വത്തിൽ ഭീഷണിപ്പെടുത്തുകയും പണം തട്ടുകയും ചെയ്തു എന്നതാണ് കേസ്. ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ്. പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: കഴിഞ്ഞ സെപ്റ്റംബറിൽ കൊച്ചി സിറ്റി ലിമിറ്റിലെ ഒരു CPO ആയിട്ടുള്ള സിവിൽ പോലീസ് ഓഫീസറായിട്ടുള്ള വ്യക്തി ഒരു മസാജിങ് സെൻറ്ററിൽ പോകുന്നു. അവിടെ മസാജ് ചെയ്യുന്നു. അതിനുശേഷം മടങ്ങിപ്പോരുന്നു. അതിനുശേഷം തൊട്ട് പിറ്റേ ദിവസം ആ മസാജിങ് സെൻറ്ററിലെ ജീവനക്കാരിയായിട്ടുള്ള യുവതി രമ്യ ഈ സിവിൽ പോലീസ് ഓഫീസറെ വിളിക്കുകയാണ്. മസാജ് ചെയ്ത സമയം അവിടെ ഒരു മാല ഊരി വച്ചിട്ടുണ്ടായിരുന്നു എന്നും ആ മാല കാണുന്നില്ല എന്നും ഒന്നല്ലെങ്കിൽ മാല തരിക അല്ലെങ്കിൽ 6 ലക്ഷം രൂപ തരിക എന്നതാണ് ഇവർ ആവശ്യപ്പെട്ടത്. എന്നാൽ തൻ്റെ കയ്യിൽ പണമില്ല, അത്തരത്തിൽ കേസ് വേണമെങ്കിൽ കൊടുത്തോ എന്ന കാര്യവും CPO പറയുന്നുണ്ട്. അതിനുശേഷം ഈ കേസിലെ 2ാം പ്രതിയായിട്ടുള്ള ഷിഹാം മുഖേന ഈ പറയുന്ന രമ്യ വീണ്ടും ബന്ധപ്പെടുന്നു. ഇത്തരത്തിൽ പണം നൽകണം എന്ന് ആവശ്യപ്പെടുന്നു. നൽകിയില്ലെങ്കിൽ ഈ കാര്യം, മസാജിങ് സെൻറ്ററിൽ വന്ന കാര്യം വീട്ടിൽ ഭാര്യ അടക്കമുള്ളവരെ അറിയിക്കും, അങ്ങനെ നാണം കെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബ്ലാക്ക് മെയിലിംഗ് സ്വഭാവത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുകയാണ്. കേസ് കൊടുക്കുമെന്നും പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഈ കേസിലെ 1ാം പ്രതിയായിട്ടുള്ള SI വിഷയത്തിൽ ഇടപെടുന്നത്. പാലാരിവട്ടം സ്റ്റേഷനിലെ SI KK ബൈജു ആണ് ഇടപെടുന്നത്. ബൈജു ഇടപെട്ടുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയാണ് ഈ സിവിൽ പോലീസ് ഓഫീസറെ ചെയ്യുന്നത്. തുടർന്ന് 4 ലക്ഷം രൂപയാണ് ഈ സിവിൽ പോലീസ് ഓഫീസറിൽ നിന്ന് വാങ്ങിയെടുക്കുന്നത്, അപഹരിച്ചെടുക്കുന്നത്. അതിൽ തുടർന്നാണ് സിവിൽ പോലീസ് ഓഫീസർ പരാതിയുമായി എത്തുന്നത്. തുടർന്ന് ഈ കേസിൽ FIR ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു എക്സ്റ്റോഷൻ, അതായത് കൊള്ളയടിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. 1ാം പ്രതി പാലാരിവട്ടം സ്റ്റേഷനിലെ SI ആയിട്ടുള്ള KK ബൈജു ആണ്. തുടർന്ന് ഈ സ്പായിലെ ജീവനക്കാരിയായിട്ടുള്ള രമ്യയുണ്ട്. അതോടൊപ്പം തന്നെ ഷിഹാം എന്ന് പറയുന്ന വ്യക്തി കൂടി ഈ കേസിൽ പ്രതിയായി വന്നിട്ടുണ്ട്. എന്തായാലും തുടർ നടപടികൾ ശക്തമാക്കും എന്നതാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. പാലാരിവട്ടം പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. ഇതിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉടൻ ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും വകുപ്പ് തല നടപടിക്കും SIക്കെതിരെ സാധ്യതകളുണ്ട്. പോലീസുകാരനെ അടക്കം ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ ഈ കേസിൽ എത്തിയിരിക്കുന്നത്.